ഹായ് ഹലോ, ഇന്ന് നമുക്കൊരു ഗീ റൈസ് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് കിസ്മിസും കാഷ്യൂ നട്ട്സും കൂടി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനോടൊപ്പം കുറച്ച് സവാളയും കൂടി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ നെയ്യിലേക്ക് തന്നെ കുറച്ച് ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ബേ ലീഫും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇതിന്റെ ഒരു പച്ചമണം മാറുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് റൈസ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം ഒന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് റൈസ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് തിളച്ചു വരുമ്പോഴേക്കും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 6-7 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാൻ. 7 മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയപ്പോഴേക്കും നമ്മുടെ ഗീ റൈസ് ഇവിടെ വെന്ത് പാകമായിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ച് സവോളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് ബീഫ് കറിയുടെ കൂടെയോ ചിക്കൻ കറിയുടെ കൂടെയോ കഴിക്കാവുന്നതാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ബൈ.